ബംഗ്ലാദേശിൽ അതിരൂക്ഷ ഹിന്ദു വിരുദ്ധ കലാപം. ധാക്കയിലും ചിറ്റഗോങ്ങിലും അടക്കം ഹിന്ദു വീടുകളെയും ഹിന്ദു വ്യവസായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി തീവ്ര ഇസ്ലാമിക ഭീകരവാദികൾ അഴിഞ്ഞാടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ അരങ്ങേറിയ ന്യൂനപക്ഷ വേട്ട വീണ്ടും ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുന്നു. ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന ഇന്ത്യ വിരുദ്ധ വിഘടനവാദിയുടെ കൊലപാതകത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം അത് സകല സീമകളെയും ലംഘിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിനെ ഒരു കലാപ ഭൂമിയാക്കി, ഒരു മഹാകലാപമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദു വിരുദ്ധമാണ് ഈ കലാപമെന്നാണ്. മാധ്യമ സ്ഥാപനങ്ങളെ അഗ്നിക്കിരയാക്കിയും അതുപോലെ തന്നെ ഷേഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ഓഫീസുകളെ അഗ്നിക്കിരയാക്കിയും മുന്നേറുന്ന ഈ കലാപകാരികൾ ഹിന്ദുക്കളുടെ വ്യവസായ സ്ഥാപനങ്ങളെ, ഹിന്ദുക്കളുടെ കടകളെ, ഹിന്ദു ഭവനങ്ങളെ ഒക്കെ തന്നെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ. കാര്യങ്ങളെ, ബംഗ്ലാദേശിലെ ഈ നീക്കത്തെ, ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടു കൂടി കാണുകയാണ് ഇന്ത്യ എന്ന ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് തന്നെ വ്യക്തമാക്കുകയാണ്. അതിർത്തികളിൽ, കര, വ്യോമ, സമുദ്ര അതിർത്തികളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടുതൽ പെട്രോളിംഗ് നടത്താൻ BSFന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. BSFന്റെ കൂടുതൽ ട്രൂപ്പുകൾ ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നീങ്ങുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കലാപം ഇന്ത്യയിലേക്ക് പടരാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. ഒരു പ്രകോപനം ഇന്ത്യയിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഹിന്ദു വിരുദ്ധ വേട്ട അവസാനിപ്പിക്കുക എന്ന മുന്നറിയിപ്പ് ഇതിനു മുൻപ് പലതവണ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന് ഇന്ത്യ നൽകിയിരുന്നു. 12-ാം തീയതിയാണ്, ഡിസംബർ മാസം 12-ാം തീയതിയാണ് ഉസ്മാൻ ഹാദി എന്ന ഇന്ത്യ വിരുദ്ധ വിഘടനവാദി നേതാവ് കൊല്ലപ്പെടുന്നത്. ധാക്കയിലെ ഒരു മസ്ജിദിൽ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്ന ഹാദിക്ക് നേരെ മോട്ടോർ ബൈക്കിലെത്തിയ 3 അജ്ഞാതർ നിറയൊഴിക്കുകയായിരുന്നു. അതിഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ എയർ ആംബുലൻസ് ചെയ്ത് സിംഗപ്പൂരിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ആക്രമണത്തിന് പിന്നിൽ അവാമി ലീഗ് പ്രവർത്തകരാണെന്നും അവാമി ലീഗ് പ്രവർത്തകരുടെ മറവിൽ ഇന്ത്യയിൽ നിന്നുള്ള അജ്ഞാതരാണ് ഈ ആക്രമണം നടത്തിയതെന്നുമാണ് പിന്നീട് ബംഗ്ലാദേശ് ആരോപിച്ചത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചത്. ഇതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ ആണ് ബംഗ്ലാദേശിന്റെ തെരുവുകൾ മുഴക്കിയത്. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യയെ നശിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ കലാപകാരികൾ പിന്നീട് മുഴക്കിയത്. ഇവർ ബംഗ്ലാദേശിന്റെ തെരുവുകളെ കൈയടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബംഗ്ലാദേശിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയായിരുന്നു ആദ്യം ആക്രമണം അഴിച്ചുവിട്ടത്. ബംഗ്ലാദേശിലെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു. ഇതിനൊക്കെ തന്നെ ബംഗ്ലാദേശിലെ പട്ടാളം, ബംഗ്ലാദേശിലെ സൈന്യം പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ബംഗ്ലാദേശിലെ സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ബംഗ്ലാദേശിലെ സൈന്യം ഈ അക്രമകാരികൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ഒരു വീഡിയോ പുറത്തിറങ്ങിയതിൽ, സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ തന്നെ കാണാം, ഈ അക്രമകാരികളോട് സൈന്യം പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കൊരു 20 മിനിറ്റ് സമയം തരൂ, ഞങ്ങൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ ഒന്ന് ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കട്ടെ, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സംഘർഷം തുടർന്നുകൊള്ളൂ എന്ന് സൈന്യം തന്നെ കലാപകാരികളോട് പറയുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഏറ്റവും ദുരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ബംഗ്ലാദേശ് സൈന്യത്തിന് ഈ കലാപത്തെ അടിച്ചമർത്താൻ കഴിയാത്തൊരു സാഹചര്യം എത്തിപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ കലാപകാരികളെ നിയന്ത്രിക്കാൻ സൈന്യത്തിന് കഴിയാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കത്തിച്ചു എന്നുള്ളതാണ്. ആ വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കത്തിച്ചിരിക്കുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര ഇസ്ലാമിക
ഭീകരന്മാർ അഴിഞ്ഞാടുകയാണ് ബംഗ്ലാദേശിന്റെ വിവിധ മേഖലകളിൽ. ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി ഈ സാഹചര്യത്തെ നോക്കിക്കാണുകയാണ് ഇന്ത്യ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഒരു പ്രകോപനം ഉണ്ടായാൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ അതിശക്തമായ ആക്രമണം നടത്തും. അത് നേരത്തെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ വിഘടനവാദി നേതാവ്, ഇയാൾ ഷേഖ് ഹസീന ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള കലാപത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ആളാണ്. അതുമാത്രവുമല്ല, ഈ കലാപത്തിന് പിന്നാലെ ഗ്രേറ്റർ ബംഗാൾ എന്ന് പറയുന്ന വലിയ ആഹ്വാനവുമായി ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനം ഉണ്ടാക്കിയ വ്യക്തിയാണ്. അതായത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഭൂപ്രദേശം 7 സംസ്ഥാനങ്ങളടങ്ങിയ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, ആ ചിക്കൻ നെക്കിനെ മുറിക്കണമെന്നും ഇന്ത്യയിൽ നിന്ന് ആ ചിക്കൻ നെക്കിനെ വേർപെടുത്തിക്കൊണ്ട് അത് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കണമെന്നും അങ്ങനെ ഒരു ഗ്രേറ്റർ ബംഗാൾ എന്ന് പറയുന്ന രീതിയിൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ വിപുലപ്പെടുത്തണമെന്നും ഇന്ത്യയെ കീറിമുറിക്കണമെന്നും പലതവണയായി പരസ്യമായി ആഹ്വാനം ചെയ്ത നേതാവാണ് ഈ ഉസ്മാൻ ഹാദി. ആ ഉസ്മാൻ ഹാദിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആര് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോകത്തെ ഏത് രാജ്യക്കാരായാലും ലോകത്തെ ഏത് ഭീകരനായാലും അധികം വൈകാതെ അജ്ഞാതന്റെ കൈകൊണ്ട് അയാൾ കൊല്ലപ്പെടുമെന്നുള്ളത് ഒരു തുടർച്ചയായി വരികയാണ്. എന്തായാലും ഉസ്മാൻ ഹാദിയും അതിൻ്റെ ഒരു ഇരയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വാർത്ത. ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ വിഘടനവാദി നേതാവ്, ഇയാൾ ഷേഖ് ഹസീന ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള കലാപത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ആളാണ്. അതുമാത്രവുമല്ല, ഈ കലാപത്തിന് പിന്നാലെ ഗ്രേറ്റർ ബംഗാൾ എന്ന് പറയുന്ന വലിയ ആഹ്വാനവുമായി ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനം ഉണ്ടാക്കിയ വ്യക്തിയാണ്. അതായത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഭൂപ്രദേശം 7 സംസ്ഥാനങ്ങളടങ്ങിയ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, ആ ചിക്കൻ നെക്കിനെ മുറിക്കണമെന്നും ഇന്ത്യയിൽ നിന്ന് ആ ചിക്കൻ നെക്കിനെ വേർപെടുത്തിക്കൊണ്ട് അത് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കണമെന്നും അങ്ങനെ ഒരു ഗ്രേറ്റർ ബംഗാൾ എന്ന് പറയുന്ന രീതിയിൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ വിപുലപ്പെടുത്തണമെന്നും ഇന്ത്യയെ കീറിമുറിക്കണമെന്നും പലതവണയായി പരസ്യമായി ആഹ്വാനം ചെയ്ത നേതാവാണ് ഈ ഉസ്മാൻ ഹാദി. ആ ഉസ്മാൻ ഹാദിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആര് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോകത്തെ ഏത് രാജ്യക്കാരായാലും ലോകത്തെ ഏത് ഭീകരനായാലും അധികം വൈകാതെ അജ്ഞാതന്റെ കൈകൊണ്ട് അയാൾ കൊല്ലപ്പെടുമെന്നുള്ളത് ഒരു തുടർച്ചയായി വരികയാണ്. എന്തായാലും ഉസ്മാൻ ഹാദിയും അതിൻ്റെ ഒരു ഇരയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വാർത്ത.